ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും കാറും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവം കൂടൽ മുറിഞ്ഞകൽ ഗ്രാമത്തെ അതീവ ദുഃഖത്തിലാഴ്ത്തി. നവദമ്പതികളായ അനു, നിഖിൽ, ഇവരുടെ പിതാക്കന്മാരായ മത്തായി ഈപ്പൻ, ബിജു പി ജോർജ് ഇവരാണ് അതിദാരുണമായി മരിച്ചത്. 8 വർഷത്തെ പ്രണയത്തിനൊടുവിൽ കഴിഞ്ഞ 30-ാം തീയതിയായിരുന്നു അനുവിന്റെയും നിഖിലിന്റെയും വിവാഹം. മല്ലശ്ശേരി മലങ്കര കത്തോലിക്ക പള്ളിയിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. 2 കുടുംബങ്ങളും ഈ പള്ളിക്കാരായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ഹണിമൂണിന് മലേഷ്യയിലേക്ക് പോയി. ഹണിമൂണിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തിയത് 6 ദിവസം കഴിഞ്ഞാണ്. വിമാനത്താവളത്തിൽ നിന്നും വീട്ടിലേക്കുള്ള മടക്കമാണ് ദുരന്തമായി മാറിയത്. മെക്കാനിക്കൽ എഞ്ചിനീയറാണ് നിഖിൽ. 2020 വരെ ഗൾഫിലായിരുന്നു. ശേഷം കാനഡയിലേക്ക് പോയി. ഇപ്പോൾ അവിടെ ക്വാളിറ്റി ടെക്നീഷ്യനായി ജോലി ചെയ്തു വരുന്നു. MSW പൂർത്തിയാക്കിയ അനു അടുത്ത മാസം ഭർത്താവിനോടൊപ്പം കാനഡയിലേക്ക് പോകാനുള്ള പ്ലാനിലായിരുന്നു. ഒരേ ഇടവകക്കാരും വീട്ടുകാർ തമ്മിൽ വർഷങ്ങളുടെ സൗഹൃദമുള്ളവരാണ്. 2 കൂട്ടരുടെയും വീടുകൾ തമ്മിൽ വലിയ അകലമില്ല. മലേഷ്യയിൽ ഇവരുടെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു. ഹണിമൂണിന് അങ്ങോട്ടേക്കാണ് പറന്നത്. നാളെ അനുവിന്റെ ജന്മദിനമായിരുന്നു. വിവാഹശേഷമുള്ള ആദ്യ ജന്മദിനവും ക്രിസ്മസും കുടുംബത്തിനൊപ്പം ആഘോഷിച്ച ശേഷം കാനഡയിലേക്ക് പറക്കാനായിരുന്നു ഇവരുടെ പദ്ധതി. അനുവിന്റെ പിതാവായ ബിജു ആർമിയിൽ നിന്ന് വിരമിച്ചയാളാണ്. ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ സെക്യൂരിറ്റി മാനേജറാണ്. ബിജു ആണ് കാർ ഓടിച്ചിരുന്നത്. അനുവും നിഖിലും പിൻസീറ്റിലായിരുന്നു. കാറിന്റെ മുൻവശം ആകെ തകർന്ന നിലയിലായിരുന്നു. വീട്ടിലെത്താൻ 8 കിലോമീറ്റർ മാത്രമുള്ളപ്പോഴായിരുന്നു അപകടം. തലകീഴായി കിടന്ന നിലയിലാണ് നിഖിലിനെ പുറത്തെടുത്തത്. അപകടം നടന്ന ആളുകൾ ഓടിക്കൂടുമ്പോൾ അനുവിന് ജീവനുണ്ടായിരുന്നു. കാറിന്റെ ഒരു ഡോർ മാത്രമാണ് അപ്പോൾ തുറക്കാൻ കഴിയുമായിരുന്നത്. അതിലൂടെ അനുവിനെ വേഗം പുറത്തേക്കെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിലേക്കുള്ള വഴിയിൽ അനു മരിച്ചു. ബാക്കിയുള്ളവരെ കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. അപ്പോഴേക്കും അവരും മരിച്ചിരുന്നു.